പണ്ട് ഞങ്ങൾ കുട്ടിക്കാലത്ത് ഒരു ആമയെ കിട്ടിയപ്പോഴേ ഈ ആമയുടെ മുകളിൽ, തോടിൻ്റെ മുകളിൽ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചു. അതിനൊന്നും സംഭവിക്കില്ലല്ലോ, നല്ല കട്ടിയുള്ള തോടല്ലേ. മെഴുകുതിരി അങ്ങനെ കത്തിച്ച് അങ്ങനെ ഒരു സ്റ്റാൻഡിൽ വെച്ചതുപോലെ ഇങ്ങനെ വെച്ചിരിക്കുക. അപ്പോൾ ആദ്യം അതിൻ്റെ അടുത്ത് വന്നപ്പോൾ അത് തലയും വാലും ഒക്കെ ഉള്ളിലാക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ വെച്ചു. എന്നിട്ട് ഒരു വീടുണ്ട്, നമ്മൾ അവിടെ ഇരുന്നിട്ട് പദ്ധതി ഇട്ടതായത് ഇങ്ങനെ ചെയ്യാമെന്ന്. അങ്ങനെ ആ വീട്ടിൻ്റെ പടിക്കൽ വെച്ച് കൊടുത്തു. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ പോകാൻ തുടങ്ങി, വിളക്ക് ഇങ്ങനെ വരുന്നു. പിന്നെ പേടിക്കാൻ വേറൊന്നും വേണ്ടല്ലോ രാത്രി. അപ്പോൾ ആമയെക്കുറിച്ച് ഓർക്കുമ്പോൾ അതാണ് കുട്ടിക്കാലത്തെ തമാശയാണ് ഓർമ്മ വരുന്നത്. ഈ ആമ എങ്ങനെയാണോ തൻ്റെ നിലനിൽപ്പിന് അപകടമുണ്ടാക്കുന്ന എന്തെങ്കിലും വരുമ്പോൾ തൻ്റെ ഈ കൈകളെയും കാലുകളെയും തലയെയും ഉള്ളിലേക്ക് ഇടുന്നത്, ഉൾവലിക്കുന്നത്, അതേപോലെ കൂർമഹ അംഗാനി ഇവ, അതുപോലെ അയം ഈ സ്ഥിതപ്രജ്ഞൻ ജ്ഞാനി സർവശഃ ഇന്ദ്രിയാർത്ഥേഭ്യ ഇന്ദ്രിയങ്ങളെ ഉൾവലിക്കുന്നു. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. അടയ്ക്കുക എന്നതല്ല. ഇതാണ് ഗാന്ധിജിയുടെ 3 കുരങ്ങന്മാർ, ചെവി പൊത്തി, കണ്ണ് പൊത്തി, വായ പൊത്തുന്ന. അപ്പം അതിന് നേരെ ന്യൂജൻ എന്താ പറയുക, കുരങ്ങൻ എന്ന് പറഞ്ഞ ഇയർഫോൺ വെച്ച്, മൈക്രോഫോൺ വെച്ച്, ബൈനോക്കുലർ വെച്ചിട്ടുള്ളതാണ്. അപ്പം ഇതിനെ ഉൾവലിക്കുക. ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകത്തിന് കരുവിന് കണ്ണുകൾ 5 തെരുതെര വീണു വണങ്ങിയോതിടേണം എന്ന് പറയുന്നു. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, അത് അതിൻ്റെ ബാഹ്യ ലോകത്തിൽ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കും. ഇതൊക്കെ തുടർന്ന് വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ ജ്ഞാനിയായിട്ടുള്ള ആളോ അതിലേക്ക് അദ്ദേഹം ഇൻവോൾവ് ചെയ്യുന്നില്ല. ദൃശ്യങ്ങളും ശബ്ദങ്ങളും ഒക്കെ അതിൻ്റെ വഴിയിലൂടെ അങ്ങനെ പോകും. ഇത്രയേ ഉള്ളൂ.